വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ് ആണ് പറയാം. ലെഡ് IP പ്രൊസീജിയർ ആണ് പറയാം. IPയും USPയും ഏതാണ്ട് സിമിലർ ആണ്. ദെൻ BP പ്രൊസീജിയർ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം, വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, സോ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ്. സോ അതിനുമുമ്പ് ഈ ലെഡ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി നമുക്ക് ഒട്ടും ആശ്വാസകരമല്ലാത്ത ഒരു ഇമ്പ്യൂരിറ്റിയാണ്, ഒട്ടും വേണ്ടാത്ത ഒരു ഇമ്പ്യൂരിറ്റിയാണ്. വളരെ ലോ പാർട്സ് പെർ മില്യൺ ആണ് നമ്മൾ പറയാം. 1 ppm ഒക്കെയാണ് നമ്മൾ വയ്ക്കുക ലെഡിന്. ലെഡ് സാധാരണ പല രീതിയിൽ നമ്മളുടെ സംഭവങ്ങളിലേക്ക്, മരുന്നുകളിലേക്കും സംഭവങ്ങളിലേക്കൊക്കെ കടന്നുകൂടും. ഉദാഹരണം, നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ്, ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് റിയേജന്റ് ഒക്കെ ആണെങ്കിൽ അത് ലെഡ് ചേംബറിൽ കൂടിയൊക്കെ വരിക. സോ ലെഡ് അതിനകത്ത് കാണും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ബോട്ടിൽസ്, ഗ്ലാസ് വെയേഴ്സ്, സോ ഇവ എല്ലാത്തിൽ നിന്നും ലെഡ് കടന്നുകൂടാനുള്ള ചാൻസ് ഉണ്ട്. ലെഡ് ഹെവി മെറ്റലാണ്. സോ ദിസ് ക്യാൻ ബി ടോക്സിക് ഇൻ വെരി ലോ ഡോസ്. IP പ്രൊസീജിയർ ഒരു കളർ കമ്പാരിസൺ തന്നെയാണ്. സ്റ്റാൻഡേർഡിന്റെ കളറും ടെസ്റ്റിന്റെ കളറും തമ്മിൽ കമ്പയർ ചെയ്യാണ്, കളർ കമ്പാരിസൺ ആണ്. അപ്പൊ നമുക്ക് കളർ ഉണ്ടാക്കണം. കളർ ഉണ്ടാക്കുന്നതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലെഡിനെ നമുക്ക് PB2+ ആണ് ലെഡ്. ആൻഡ് ഡൈത്തിസോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഡൈത്തിസോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഡൈത്തിസോൺ ഈസ് ഡൈഫിനൈൽ തയോകാർബസോൺ ആണ്. ഡൈഫിനൈൽ, 2 ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. തയോ എന്ന് വെച്ചാൽ സൾഫർ ആണ്. കാർബസോൺ, ഡൈഫിനൈൽ തയോകാർബസോൺ. ഇതും ഇൻ ആൽക്കലൈൻ മീഡിയം, ഒരു ആൽക്കലൈൻ മീഡിയം ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ആൽക്കലൈൻ മീഡിയത്തിൽ ദിസ് ഫോംസ് എ കോംപ്ലക്സ്, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ലെഡും ഡൈത്തിസോൺ ആണ്. അപ്പൊ ലെഡ് ഡൈത്തിസോൺ കോംപ്ലക്സ് എന്നാണ് പറയാം. ഓക്കെ, ലെഡ് ഡൈത്തിസോൺ കോംപ്ലക്സ് ആണ് ഫോം, കോംപ്ലക്സ്. സോ ഈ കോംപ്ലക്സിന്റെ കളറാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോ ഡൈത്തിസോൺ ഇൻ ക്ലോറോഫോം, ഡൈത്തിസോണിന്റെ ക്ലോറോഫോമിലെ കളർ ഗ്രീൻ ആണ്. ലെഡ് ഡൈത്തിസോണിന്റെ കളർ ഒരു റെഡ് കളറാണ്. രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ കമ്പൈൻഡ് എക്സ്ട്രാക്ട് എടുക്കുക. അത് എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് വയലറ്റ് കളറാണ്. സോ ദിസ് കളർ, ഈ ഉണ്ടാകുന്ന കളറാണ് നമ്മൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ടെസ്റ്റ് ഉണ്ടാകും, സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡിൽ ഒരു പ്രത്യേക എമൗണ്ട് ആയിരിക്കും ടെസ്റ്റ്, നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. സോ വിൽ കമ്പയർ. സ്റ്റാൻഡേർഡിലാണ് കളർ കൂടുതലെങ്കിൽ നമ്മൾ പറയും ഇത് പാസ്സായി. സ്റ്റാൻഡേർഡിൽ കളർ കുറവും ടെസ്റ്റ് കളർ കൂടുതലുമാണെങ്കിൽ ഇത് പരാജയപ്പെട്ടു. സോ ഇതാണ്. സോ അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് പറയാം. ലെഡ് PB2+ ആണ്. PB2+ ഡൈത്തിസോൺ ആണ്. നമ്മൾ പറഞ്ഞു അതിനകത്ത് സൾഫർ ഉണ്ട്, ഡബിൾ ബോണ്ട് വിത്ത് കാർബൺ. കാർബണിനകത്ത് ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, ഇവിടെ വീണ്ടും നൈട്രജൻ, ഇവിടെ വീണ്ടും നൈട്രജൻ, 4 നൈട്രജൻ. ദെൻ ഡൈഫിനൈൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ 2 ഫിനൈൽ ഗ്രൂപ്പ് വേണം. സോ ദിസ് എ ഫിനൈൽ ഗ്രൂപ്പ്, ഇതൊരു ഫിനൈൽ ഗ്രൂപ്പ്. നമുക്ക് C6H5 എന്ന് എഴുതിയാലും മതി. ആൻഡ് ഒരു സ്ഥലത്ത് നമുക്ക് ഡബിൾ ബോണ്ട് ആണുള്ളത്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇവിടെ ഒരു H കാണണം. സോ ഇതാണ് ഡൈഫിനൈൽ തയോകാർബസോൺ എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ചേരുമ്പോഴത്തേക്കും 2 ലെഡ് വേണം, 2 ഡൈത്തിസോൺ ചേർന്നിട്ടാണ് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുക. ലെഡ് ഡൈത്തിസോൺ കോംപ്ലക്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ നമ്മളിങ്ങനെ എഴുതും. PB നമുക്ക് നടുവിൽ എഴുതാം. ഇവിടെ ഒരെണ്ണം ഉണ്ടാവണം, ഇവിടെ കോർഡിനേറ്റ് ബോണ്ട്, ഇവിടെയും കോർഡിനേറ്റ് ബോണ്ടാണ്. ഇവിടെ 2 സ്ഥലത്തും അല്ലാത്ത ബോണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എഴുതാനായിട്ട് C6H5 എന്ന് എഴുതാം, ചെറുതായിട്ട് എഴുതാനായിട്ടാണ്. ദെൻ ഇവിടെ ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെ C ഡബിൾ ബോണ്ട് S. ഓക്കെ, ഇവിടെ N ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ N ഉണ്ട്. C6H5. സോ നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ എഴുതിയത്. പക്ഷേ ഡബിൾ ബോണ്ട് ഉള്ള ഭാഗം മുകളിൽ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. N ഇവിടെ, C6H5 ഇവിടെ. ഓക്കെ, ഇവിടെ N ഉണ്ട്, ഇവിടെ C6H5 ഉണ്ട്, ഇവിടെ ഒരു N ഉണ്ട്. ദെൻ ഡബിൾ ബോണ്ട് C ഉണ്ട്, ഡബിൾ ബോണ്ട് S ഉണ്ട്. ഓക്കെ, ഇതാണ് ഡൈഫിനൈൽ തയോകാർബസോൺ പ്ലസ് ലെഡ്. സോ ഇതൊരു കോർഡിനേറ്റ് ബോണ്ടാണ്. സോ ഇതിനാണ് നമ്മൾ കോംപ്ലക്സ് ഫോം എന്ന് പറയും. സോ ദിസ് ദ ഇക്വേഷൻ. ഇവിടെ ഒരു H കൂടി ഇട്ടേക്കാം. നമുക്ക് ആദ്യം പ്രൊസീജിയർ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഇതിന് ആദ്യം വേണ്ടത്, ഇത് നെസ്ലെസ് സിലിണ്ടറിലല്ല നമ്മൾ ചെയ്യുക. വി നീഡ് സെപ്പറേറ്റിംഗ് ഫണൽ വേണം. അപ്പോൾ ആദ്യം സെപ്പറേറ്റിംഗ് ഫണൽ വരയ്ക്കാം. ഇങ്ങനെ ഒരു സംഭവം. ദെൻ ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഒരു സെപ്പറേറ്റിംഗ് ഫണലായി. ഇതേപോലെ ഇവിടെ ഒരെണ്ണം കൂടി എടുത്തേക്കാം. എന്തെങ്കിലും ആവട്ടെ, വരയ്ക്കണം. 2 സെപ്പറേറ്റിംഗ് ഫണലിൽ എടുക്കുന്നു. ഓക്കെ, 1ൽ ടെസ്റ്റ് ആണ്. സോ ഇതിൽ ടെസ്റ്റ് ആണ്, ഇതിൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ടെസ്റ്റ് സാമ്പിൾ ഓർ ടെസ്റ്റിനകത്ത് നമ്മൾ നോൺ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടെസ്റ്റ് സബ്സ്റ്റൻസ്, അത് ഓരോ മോണോഗ്രാഫ് പറഞ്ഞതനുസരിച്ച് അത്രയും അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇതിനകത്തേക്കോ സ്റ്റാൻഡേർഡിനകത്തേക്കാണെങ്കിൽ വി നീഡ് ലെഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ലെഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ലെഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലെഡ് നൈട്രേറ്റ് ഉണ്ട്, പ്ലസ് വാട്ടർ ഉണ്ട്. ലെഡ് നൈട്രേറ്റ് വാട്ടർ
വാട്ടർ കലക്കിയിട്ട് കുറച്ച് നൈട്രിക് ആസിഡും കൂടി ചേർത്ത് കിട്ടുന്നതാണ് ഈ ലെഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ആൻഡ് അതിനകത്ത് 1 ppm 1 പാർട്സ് പെർ മില്യൺ ലെഡ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും. ഇനി ഇതിനകത്തേക്ക് 6 ml 6 ml ഇത് രണ്ടിലേക്കുമാണ് ഞാൻ പറയുന്നത്, ഇതിലും 6 ml അമോണിയം സിട്രേറ്റ് ആഡ് ചെയ്യുക. അമോണിയം സിട്രേറ്റ് സൊല്യൂഷൻ സിട്രേറ്റ് ആഡ് ചെയ്യുക. ദെൻ 2 ml പ്ലസ് 2 ml ഹൈഡ്രോക്സിലമിൻ ഹൈഡ്രോക്ലോറൈഡ് ആഡ് ചെയ്യുക. അതിനുശേഷം 2 ml 2 drops 2 ml അല്ല 2 drops ഓഫ് ഫിനോൾ റെഡ് ഇൻഡിക്കേറ്റർ ആണ്. ഫിനോൾ റെഡ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ആൽക്കലൈസ് ചെയ്യും. ആൽക്കലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക സ്ട്രോങ് അമോണിയം സൊല്യൂഷൻ ആണ്. സ്ട്രോങ് അമോണിയം സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു, ആൽക്കലൈസ് ചെയ്യുക, അപ്പോഴത്തേക്കും റെഡ് കളർ ആകും. സോ സൊല്യൂഷൻ റെഡ് കളർ ആകും. സോ ഈ ആഡ് ചെയ്തെല്ലാം കോമ്പൗണ്ട്സും pH ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മറ്റ് ലെഡ് പോലെയുള്ള വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഒക്കെ ഇന്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. സോ ദിസ് ദ പർപ്പസ് ഓഫ് ദിസ് ഹൈഡ്രോക്സിലമിൻ ആൻഡ് അമോണിയം സിട്രേറ്റ്. ഇനി ഇതിലേക്ക് 2 ml പൊട്ടാസ്യം സയനൈഡ് 2 ml ആഡ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഒരു സൊല്യൂഷനാണ് ആഡ് ചെയ്യുക. അതിന്റെ പേര് ഡൈത്തിസോൺ എക്സ്ട്രാക്ഷൻ സൊല്യൂഷൻ എന്നാണ്. ഡൈത്തിസോൺ എക്സ്ട്രാക്ഷൻ സൊല്യൂഷൻ 5 ml ആണ് ആഡ് ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം ആഡ് ചെയ്തേ പോരാ, പലതവണ ആഡ് ചെയ്യണം. ആൻഡ് ഡൈത്തിസോൺ എക്സ്ട്രാക്ഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 gram ഡൈത്തിസോൺ 1 ലിറ്റർ ക്ലോറോഫോമിൽ പ്ലസ് അതിനകത്ത് 5 ml 95% എത്തനോൾ ചേർന്ന ഒരു സൊല്യൂഷനാണ്. ഇത് നമ്മൾ പലതവണ ആഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യും. നമ്മൾ ആ സൊല്യൂഷൻ ഇവിടെ കൂടി എടുക്കും, വേറെ പാത്രത്തിൽ എടുക്കും. ഓക്കെ, സോ എക്സ്ട്രാക്റ്റഡ് സെവറൽ ടൈംസ് എന്നാണ് നമ്മൾ പറയാ. ആൻഡ് എത്ര നേരം ഇതൊന്ന് ഷേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 30 seconds ആണ്, 30 minutes അല്ല. പല ആൾക്കാരും 30 minutes എന്നൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. 30 minutes അല്ല, 30 seconds ആണ്. പലതവണ എക്സ്ട്രാക്ട് ചെയ്യുക. എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡൈത്തിസോണിന്റെ റെഡ് കളർ ഇല്ല, ഡൈത്തിസോൺ ഗ്രീൻ കളർ ആവുന്നത് വരെ. അണ്ടിൽ നമ്മൾ ഒഴിച്ച് അതേപോലെ ഡൈത്തിസോൺ ഗ്രീൻ കളറായിട്ട് കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ നിന്ന് ഓൾറെഡി ദിസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു, ലെഡിനെ മൊത്തം എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്, എക്സ്ട്രാക്ഷൻ സൊല്യൂഷൻ മൊത്തം നമ്മുടെ കയ്യിൽ കൂട്ടി വെച്ചിട്ട് നമ്മൾ വേറെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം വീണ്ടും നമുക്കിത് സെപ്പറേറ്റ് ആക്കാം, അടുത്ത സെപ്പറേറ്റിംഗ് ഫണലിലേക്ക് ആഡ് ചെയ്യാം. സോ നമ്മൾ പലതവണ എക്സ്ട്രാക്ട് ചെയ്ത് അടുത്ത എണ്ണത്തേക്ക് ആഡ് ചെയ്തെന്ന് പറഞ്ഞു. സോ ഇതിനകത്തേക്ക് കമ്പൈൻഡ് എക്സ്ട്രാക്ട്സ് എന്നാണ് പറയാ. കമ്പൈൻഡ് എക്സ്ട്രാക്ട്സ് എടുത്ത എല്ലാ എക്സ്ട്രാക്റ്റും ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. നമ്മളിത് ടെസ്റ്റിനും ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ സ്റ്റാൻഡേർഡിന് മാത്രം പറയുന്നു മാത്രമേ ഉള്ളൂ. സെയിം പ്രൊസീജിയർ ആണ്. ഇതിനകത്തേക്ക് നമ്മൾ നൈട്രിക് ആസിഡ് 30 ml നൈട്രിക് ആസിഡ് 30 ml നൈട്രിക് ആസിഡ് 1% വോളിയം ബൈ വോളിയം നൈട്രിക് ആസിഡ് ആണ് ആഡ് ചെയ്യുക. അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ആൻഡ് 30 seconds മതി ഷേക്ക് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഈ ക്ലോറോഫോം ലെയർ ഇതിൽ നിന്ന് മാറ്റുക. സോ ഇത് തുറന്നു കഴിഞ്ഞാൽ ക്ലോറോഫോം ലെയർ നമുക്ക് അതിൽ നിന്ന് മാറ്റാൻ പറ്റും, അത് ഡിസ്കാർഡ് ചെയ്യുക. ദെൻ റിമൈനിങ് ആസിഡ് സൊല്യൂഷനകത്തേക്ക് വീണ്ടും 5 ml ഡൈത്തിസോൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. സോ 5 ml ഡൈത്തിസോൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. സോ നമ്മൾ ഇവിടെ പറഞ്ഞ ഡൈത്തിസോൺ എക്സ്ട്രാക്ഷൻ സൊല്യൂഷൻ അല്ല, ഡൈത്തിസോൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കുക. ഡൈത്തിസോൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 10 gram ഡൈത്തിസോൺ 1 ലിറ്റർ ക്ലോറോഫോമിൽ ചേർത്ത് കിട്ടുന്നതാണ് ഡൈത്തിസോൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. സോ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കളർ കിട്ടും, വയലറ്റ് കളർ കിട്ടും. സോ ദിസ് കളർ വി വിൽ കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് ആൻഡ് ടെസ്റ്റ്. സ്റ്റാൻഡേർഡും ടെസ്റ്റും കമ്പയർ ചെയ്യുക. ഏതിനാണ് കളർ കൂടുതൽ എന്ന് നോക്കുക. ടെസ്റ്റിനാണെങ്കിൽ ടെസ്റ്റ് തോറ്റു, സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ടെസ്റ്റ് ജയിച്ചു. സോ ഇതാണ് IP പ്രൊസീജിയർ. 2022 പ്രൊസീജിയർ ഇതാണ്. പക്ഷേ ചില ആൾക്കാർ ഇതിനകത്ത് ഒരു 4 ml അമോണിയം സയനൈറ്റ് ആഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പല ബുക്കിനകത്തും അത് കണ്ടു. പക്ഷേ IP പ്രൊസീജിയറിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനത് പറയാം. പിന്നെ പല ആൾക്കാരും 30 minutes പറയുന്നുണ്ട്, അല്ല 30 seconds ആണെന്ന് കൂടി ഓർക്കുക. സോ ഇതാണ് പ്രൊസീജിയർ. സോ തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇറ്റ്സ് എ കളർ കമ്പാരിസൺ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. സെപ്പറേറ്റിംഗ് ഫണൽ വെച്ചിട്ടാണ്. എത്രയാണ് വ്യത്യാസം? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.